നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ക്രിക്കറ്റ് മൈതാനത്തിൽ കാലെടുത്ത് വെക്കുന്ന സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്ലെയറെയാണ് ഇന്നിവിടെ വിചാരണ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ബാറ്റ് ഉണ്ടെങ്കിലും ബോൾ ഉണ്ടെങ്കിലും എതിരിലുള്ള ടീമിന് അതൊരു പേടി സ്വപ്നമാണ്. അഡ്വർടൈസ്മെന്റ് ലോകത്തേക്ക് കയറിയ സമയത്ത് അദ്ദേഹം ഏത് പരിസ്ഥിതിയിൽ അഭിനയിച്ചാലും ജനങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം കമന്ററിയിലേക്ക് വന്ന സമയത്ത് മറ്റുള്ള കമന്റേറ്റേഴ്സിനെയൊക്കെ പുറയിലേക്ക് തള്ളി. ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ശബ്ദം കുറയാൻ തുടങ്ങി. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റാർ കപിൽ ദേവിനെ ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കപിൽ ദേവ് ഉൾപ്പെട്ട ഇന്നത്തെ വിചാരണ നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ TSR സുബ്രഹ്മണ്യത്തിനടുത്ത് നമുക്ക് അനുവാദം ചോദിക്കാം. വിചാരണ തുടങ്ങാം. വിചാരണ തുടങ്ങുകയാണ്. കപിൽ ദേവിനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കപിൽ ദേവിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും തന്നെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു എന്നുള്ളതാണ്. കപിൽ സർ, അതായത് ക്രിക്കറ്റ് സ്റ്റാർസ്, അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ന് അസറുദ്ദീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് മാച്ച് ഫിക്സിംഗിന്റെ സമയത്ത് താങ്കളുടെ പേരും അതിലുണ്ടായിരുന്നു, അസറിന്റെ പേരും ഉണ്ടായിരുന്നു, അജയ് ജഡേജയുടെ പേരും ഉണ്ടായിരുന്നു. താങ്കൾക്ക് CBIയുടെ അടുത്തു നിന്ന് ക്ലീൻ ചിറ്റ് കിട്ടി, ക്രിക്കറ്റ് ബോർഡിൽ നിന്നും ലഭിച്ചു. പക്ഷെ താങ്കൾ അസറുദ്ദീനെ നടു മൈതാനത്തിൽ വിട്ടിട്ട് തിരിച്ചു വന്നല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റിൽ മാത്രമല്ല, ഏത് പ്ലെയറിനും തന്നെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. തുറന്ന് സംസാരിക്കണം. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് സമ്മതിച്ചു കൊടുക്കണം. എനിക്കപ്പോ തോന്നിയ ഒരു കാര്യം ഒന്നു മാത്രം ഞാൻ പറയാം. അസർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ വേറൊരു പ്ലെയറും ചെയ്തിട്ടുണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. അങ്ങനെ ജനങ്ങൾ പലതും പറയും. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിന്നത്. കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ആരെയും ശിക്ഷിക്കാൻ ആർക്കും അധികാരമില്ല. ഇന്നത്തെ ക്രിക്കറ്റ് ബോർഡിലുള്ള അന്നത്തെ ഒഫീഷ്യലിനെ നോക്കുകയാണെങ്കിൽ ജവന്ത് ലാലയുടെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുകയാണ് അസറുദ്ദീന് അന്യായം നടന്നിരിക്കുകയാണ്, അസർ ഒരു തെറ്റും ചെയ്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അസറുദ്ദീനെതിരായിട്ട് ലൈഫ് ബാൻ ചെയ്തത് വലിയ തെറ്റാണെന്നും. എനിക്ക് ചിരിയും വരുന്നുണ്ട്, ഒപ്പം ദേഷ്യവും വരുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതം നാശമാക്കിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എത്ര കൂളായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അസറിന് ആവശ്യമില്ലാത്ത ശിക്ഷയാണ് കൊടുത്തത്. ബുക്കിയോട് അദ്ദേഹം ഫോണിലാണ് സംസാരിച്ചത്. അത് വലിയ തെറ്റൊന്നുമല്ല, അല്ലാതെ അസർ പണമൊന്നും വാങ്ങിയില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ അസറുദ്ദീനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നു. ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അസറുദ്ദീൻ രാജ്യത്തിനു വേണ്ടി പല നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം വിഷമങ്ങളെല്ലാം മറന്നുറങ്ങുന്നുണ്ട്. മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പ്ലെയറിനെ ഒരു ഡിഫറന്റ് ക്യാരക്ടറായി മാറ്റുന്നത്. പക്ഷേ ഇതിനു മുൻപ് കുറ്റം ആരോപിക്കപ്പെട്ടവരും ശിക്ഷ കൊടുത്തവരും ഇന്ന് വേറെ രീതിയിൽ സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്തു പറയാൻ പറ്റും? അവരുടെ മുഖം കണ്ണാടിയിൽ പോയി നോക്കി ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് ചോദിക്കണം. വേറെന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ അസറുദ്ദീനെ താങ്കൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? BCCI അദ്ദേഹത്തിന് ബഹുമതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. BCCI ഫോർമൽ ഒഫീഷ്യൽ പറയുകയാണ് ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയതെന്ന്. അതായത് അവരങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നുന്നു. അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേൾക്കാനും കാണാനും കഴിയുന്നു. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റം ആരോപിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനേ കഴിയൂ. അത് വളരെ വലിയ തെറ്റാണെന്ന് അവർ പറഞ്ഞാൽ അവരെ വിട്ടേക്കണം. ഒരു മികച്ച പ്ലെയർ അങ്ങനെ ചെയ്യൂ. കപിൽ, പല ക്രിക്കറ്റേഴ്സിന്റെ അടുത്തുനിന്നും പല പരാതികളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതായത് കപിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, ജഡേജയ്ക്ക് വേണ്ടിയും അസറുദ്ദീനു വേണ്ടിയും കപിൽ അവരോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അവർ വളരെ എളുപ്പത്തിൽ അതൊക്കെ പറയും. ഞാൻ അസറുദ്ദീന് തുണയായി നിന്നില്ലെന്നൊക്കെ, പിന്നെ അജയ് ജഡേജയ്ക്ക് ഒപ്പം നിന്നില്ലെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് ഞാൻ അവർക്ക് തുണയായി നിന്നില്ലെങ്കിൽ വേറെ ആരും തന്നെ നിൽക്കില്ല. അതായത് അവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ അപമാനമായി തോന്നുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇത് അസറും അജയ് ജഡേജയും ഒന്നും പറഞ്ഞതല്ല. അവർ രണ്ടുപേരും താങ്കളെ പ്രശംസിക്കുകയാണ്. ഇന്നും അജയ് ജഡേജയോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ കപിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, പക്ഷേ ഇംപ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കുടുങ്ങി താങ്കൾ പുറത്തേക്ക് വന്നെന്നാണ്. ദ ഓൺലി തിങ് ഈസ്, അവരുടെ പോരാട്ടത്തിൽ അവർ മുൻനിരയിൽ നിൽക്കണം. ഓരോ മനുഷ്യനും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളത് നേരിട്ടേ മതിയാകൂ. അങ്ങനെ ആരെങ്കിലും എന്റെ പേരിൽ കുറ്റം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പരിധിവരെ മറ്റുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കാൻ പാടുകയുള്ളൂ. എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയണം. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടണം, ഫേസ് ചെയ്യണം. ഇതാണ് ഉണ്ടായതെന്ന് തുറന്നു പറയണം. അങ്ങനെ ഒന്നും പറയാതെ മിണ്ടാതെ നിന്നാൽ
ഞാൻ അസറിനോട് പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്, അജയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പിന്നെ മറ്റുള്ളവരെ കണ്ട് ഭയപ്പെടുന്നത്? ധൈര്യമായി നേരിടണം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആരെന്തു പറഞ്ഞാലും നമ്മൾ ഭയപ്പെടേണ്ട. ഇതാണ് എന്റെ ഒപ്പീനിയൻ, ഇതാണ് എന്റെ സ്റ്റൈൽ, ഇതാണ് എന്റെ രീതി. ഇതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനിയൊരു പക്ഷേ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നല്ല, ഞാൻ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്നല്ല. ഇതാണ് സത്യം. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് കപിൽ ദേവിനെ പോലെ വ്യക്തതയോടും സ്പഷ്ടതയോടും എല്ലാം പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലെന്നാണ് അസറുദ്ദീൻ പറയുന്നത്. എന്നോടും അപ്പോ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് കപിൽ ദേവിന് ശരിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന്. പക്ഷേ നമ്മുടെ നേർക്ക് അങ്ങനെ ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എതിർത്ത് സംസാരിക്കാൻ കഴിയണം. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അതിനുള്ള ധൈര്യം, അതിനുള്ള ശബ്ദം നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് വരും. അത് വളരെ ശക്തമായി തന്നെ പുറത്തേക്ക് വരും നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ. അതുപോലെ എല്ലാ പ്ലേയേഴ്സും സംസാരിക്കാൻ അറിയുന്നവരാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ നമ്മളൊരു പ്രശ്നത്തെ നേരിടുന്ന സമയത്ത് ഓരോ കാര്യവും വളരെ ചിന്തിച്ചു പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹർഷൽ ഗിബ്സിനെ പോലെ ഉള്ളവരോട് പോലീസ് വിചാരണ നടത്തിയപ്പോൾ അവര് ബുക്കീസിനോട് സംസാരിച്ചത് പറഞ്ഞു, എല്ലാ കുറ്റങ്ങളും ഹാൻസി കൊറോണയുടെ തലയിലേക്കാണ് ഇട്ടത്. പക്ഷെ അവിടെ അങ്ങ് ഇതുപോലത്തെ ഒരു ശിക്ഷ ആർക്കും ലഭിച്ചില്ല. അവരിപ്പോഴും കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഐ തിങ്ക് ഇത് നമ്മുടെ ക്രിക്കറ്റ് ബോർഡിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത്, ഐ തിങ്ക് അവരെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മീഡിയ അവരെ കുറ്റവാളികളാക്കി കഴിഞ്ഞിരുന്നു. പിന്നെ ബാക്കി ക്രിക്കറ്റ് ബോർഡും അവരെ കുറ്റവാളികൾ. കപിൽ, ICCയിലുള്ളവർ ഏഷ്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനോട്, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിനോട് കുറച്ച് ദേഷ്യമില്ലേ? അതായത് ഷെയ്ൻ വോണിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ, സെക്സ് സ്കാൻഡൽ കുറ്റം ചുമത്തപ്പെട്ടു, മാച്ച് ഫിക്സിംഗ് കുറ്റം ചുമത്തി, ഡോപ്പിംഗ് പോലെയുള്ള കുറ്റാരോപണങ്ങൾ, ഇങ്ങനെ പല കുറ്റാരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെ പുറത്താക്കിയില്ലല്ലോ. ഐ തിങ്ക് ഓരോ രാജ്യത്തിനും ഓരോ വ്യത്യസ്തമായ റൂൾസ് ഉണ്ട്. നമ്മുടെ കൾച്ചർ ഒരു രീതിയിലാണ്, ഓസ്ട്രേലിയൻ കൾച്ചർ വേറെ രീതിയിൽ പറയുന്നു. അവരുടെ കൾച്ചറിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിലാണെങ്കിൽ തന്നെ അത് അവരുടെ ബോർഡാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ക്രിക്കറ്റ് ബോർഡായിക്കോട്ടെ, നമ്മുടെ സംഘടനകളാവട്ടെ, നമ്മുടെ സാമൂഹ്യ രീതികളാവട്ടെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഐ തിങ്ക് നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്താലും അത് പൂർണ്ണമായും നമുക്കെതിരാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ത്യൻ ക്രിക്കറ്റിൽ മാത്രമല്ല, പാകിസ്ഥാൻ ക്രിക്കറ്റിലും ഉണ്ടായിരുന്നു. സോയബ് അക്തറിനെ നമ്മൾ കണ്ടു, അദ്ദേഹം മുഖം മറച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരോടുകൂടി ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നു. ഐ തിങ്ക് ഷോയബ് അക്തർ ഒരു മികച്ച ബൗളറാണെന്ന് പറയാം. പാകിസ്ഥാനിലെ ആ മികച്ച ബൗളർ ലോകോത്തര ബൗളറാണെന്ന് പേരെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടന്നാൽ ഒരു ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് തന്നെ സങ്കടവും നാണക്കേടും തോന്നാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സോയബ് അക്തർ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഒന്നിലും പങ്കെടുത്തില്ലെന്ന് പറയുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റിയും കൊടുത്തിട്ടില്ല. ഐ തിങ്ക് ഇത് ICCയും പിന്നെ അവരുടെ ബോർഡും തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ ശിക്ഷിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ തന്നെ പറയൂ. മീഡിയ പറയുന്നു അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ. നമ്മളത് വായിക്കുന്നു, അത് വായിച്ച് നമ്മൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുമോ അങ്ങനെ സംഭവിച്ചിരിക്കുമോ എന്നൊക്കെ നമ്മൾ വെറുതെ ഊഹിക്കുന്നു. മീഡിയാസ് ഇതും പറയുന്നുണ്ട്, ഏഷ്യൻ ക്രിക്കറ്റേഴ്സിന് അന്യായം നടക്കുകയാണ്. ഇൻസമാം എന്താ പറയുന്നതെന്ന് വെച്ചാ, ഇത്രത്തോളം വലിയൊരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കേണ്ടിയിരുന്നില്ലെന്നാണ്. ഐ തിങ്ക് ആർക്കെങ്കിലും അങ്ങനെ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ആ ശിക്ഷ വേണ്ടെന്നേ അവർ ആഗ്രഹിക്കൂ. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്ലേയേഴ്സ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം. അതായത് ഓരോരുത്തർക്കും അവർ ചെയ്ത തെറ്റ് അത്ര വലുതല്ലെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഒരിക്കൽ ടെസ്റ്റ് ടീമിൽ നിന്ന് എന്നെ പുറത്താക്കിയതിനു ശേഷം എനിക്കും ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ആ സമയത്ത് തോന്നിയത്. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നുന്നു. കപിൽ, ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം താങ്കൾ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞ വിമർശനങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കപിൽ ദേവിനോടുള്ള വിചാരണ തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തിന്റെ സൂപ്പർ സ്റ്റാറായ കപിൽ ദേവിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കപിൽ ദേവിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം എല്ലാവരെയും വിമർശിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ തുടർന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. ആ ലിസ്റ്റിൽ ആദ്യത്തെ പേരായിട്ട് വരുന്നത് ഗ്രേറ്റ് ചാപ്പലാണ്. താങ്കൾ ഗ്രേറ്റ് ചാപ്പലിന്റെ അടുത്ത് താങ്കൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേഗ് ചാപ്പലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അതിൽ എനിക്കൊരു എതിർപ്പുമില്ല. വിദേശത്തുനിന്ന് വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ
എക്സ്പെരിമെന്റ് ചെയ്ത് അതിൽ തന്നെ പിടിവാശി കാണിച്ച് തന്റെ തെറ്റ് സമ്മതിക്കാൻ മടിച്ചാൽ, അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ നമുക്ക് നമ്മോട് തന്നെ നാണക്കേട് തോന്നും. നമ്മൾ ഇത്രയൊക്കെ ക്രിക്കറ്റ് കളിച്ചതല്ലേ, എന്നിട്ടും നമ്മൾ ഇതിനെയൊക്കെ എതിർക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. താങ്കൾ പറഞ്ഞ ആ കാര്യം തന്നെയാണ് സച്ചിൻ തെണ്ടുൽക്കറും നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെരിമെന്റ് കൂടുതൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. സച്ചിനും ഒരുപക്ഷെ തോന്നിക്കാണും വീണ്ടും വീണ്ടും പൊസിഷൻ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന്. അതായത് ഇത് ശരിക്കും ഒരു ചെറിയ കാര്യമാണ്. നമ്മൾ ഇന്ത്യക്കാരുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമുക്കിപ്പോ സെക്യൂരിറ്റി വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു വീട് വച്ചാൽ പല തലമുറകൾ അതിലാണ് ജീവിക്കുക. അതായത് മുത്തശ്ശൻ, അച്ഛൻ, പിന്നെ നമ്മൾ, അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഓസ്ട്രേലിയൻ, അമേരിക്കൻ അവരൊന്നും അങ്ങനെയല്ല. ഇന്നൊരു പെട്ടിയെടുക്കും, ഇവിടെ താമസിക്കും, അടുത്ത ദിവസം ആ പെട്ടിയെടുത്തോണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ തികച്ചും വ്യത്യസ്തമാണ്. ആ ലൈഫ് സ്റ്റൈൽ നമ്മുടെ മേലും നമ്മുടെ പ്ലേയേഴ്സിന്റെ മേലും നമ്മുടെ ക്രിക്കറ്റിനു മേലും അടിച്ചേൽപ്പിച്ചാൽ അത് വളരെ വിചിത്രമായിരിക്കും. ഈ എക്സ്പെരിമെന്റൊക്കെ നമ്മുടെ സംസ്കാരത്തിനും ജീവിത രീതിക്കും അനുസരിച്ചായിരിക്കണം. കപിൽ, താങ്കൾ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ സെക്യൂറായും സോളിഡായും ഉള്ളപ്പോഴാണ് അവന് ശരിക്കുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുക. രാഹുൽ ദ്രാവിഡിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം മികച്ച ഒരു പ്ലെയറാണ്. നാളെ അദ്ദേഹത്തോട് പെട്ടെന്ന് ടീമിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടാൽ, അതായത് നന്നായി കളിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്ലേയിൽ മാറ്റമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതികൾ, അതെല്ലാം തന്നെ നമ്മുടെ പ്ലേയേഴ്സിന് നല്ല കോൺഫിഡൻസ് കൊടുക്കും. അവരെ ഒരിക്കലും ഭയപ്പെടുത്താൻ പാടില്ല. ഭയപ്പെടുത്തിയാൽ അവർ തളർന്നു പോകും. ഇപ്പൊ തന്നെ പലരും തളർന്നു പോയിരിക്കുകയാണ്. അപ്പോ ശരിക്കും നമ്മൾ വളർന്നു വരികയാണോ? ഒരുപക്ഷേ ഗ്രെഗ് ചപ്പൽ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പ്ലേയേഴ്സിനെയും അദ്ദേഹം ഒരുപോലെ കണ്ടു എന്നതാണ്. പക്ഷേ അതേസമയം കൂടുതൽ എക്സ്പെരിമെന്റ്സും നടന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇനിയും നമ്മൾ അത്രയ്ക്കൊന്നും എക്സ്പെരിമെന്റ് നടത്താൻ തയ്യാറല്ല. ക്രിക്കറ്റ് ഇനിയും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എക്സ്പെരിമെന്റ് നടത്തി ടീമിനെ ജയിപ്പിക്കും. പക്ഷേ അദ്ദേഹം എക്സ്പെരിമെന്റ് ഇനിയും തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ ഇർഫാൻ പത്താനെ ഓപ്പണിംഗിൽ ഇറക്കി. കഴിഞ്ഞ 6 മാസത്തിനിടെ ഞാൻ വ്യക്തമായി തീരുമാനിച്ചതാണ്. ശരിക്കു പറഞ്ഞാൽ ഇർഫാൻ പടാൻ നമ്പർ 7 ബാറ്റ്സ്മാൻ ശരിക്കും അദ്ദേഹമല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്പർ 3 ബാറ്റ്സ്മാനാണ്. ഒരുപക്ഷെ നിങ്ങൾ 25 മാച്ചുകളിൽ 15-18 തവണ തേർഡ് ബാറ്റ്സ്മാനായി ഇറങ്ങിയാൽ അത് സർപ്രൈസ് അല്ല, അത് എക്സ്പെരിമെന്റും അല്ല. ദാറ്റ് ഈസ് എവറി ഡേ സ്റ്റോറി. അദ്ദേഹമാണ് നമ്മുടെ ടീമിന് നമ്പർ 3 ബാറ്റ്സ്മാൻ. പുറത്തിരിക്കുന്ന നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ കഴിയും. ഒന്ന്, അദ്ദേഹം സ്റ്റബേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാളും ഒരുപാട് ഉയരത്തിലായിരിക്കാം. കപിൽ, താങ്കൾ എപ്പോഴും നേരിട്ട് വ്യക്തതയോടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ട്. അതായത് ഗ്രേറ്റ് ചാപ്പൽ ഇന്ത്യൻ ടീമിലുള്ള വലിയ സ്റ്റാർസിനെ, പവർഫുൾ പ്ലേയേഴ്സിനെ ഒതുക്കാൻ ആഗ്രഹിക്കുന്നു. സൗരവ് ഗാംഗുലിയെ പുറത്താക്കി സച്ചിൻ തെണ്ടുൽക്കറിനെ ഒരു സൈഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഹർഭജൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. വീരേന്ദ്ര സെവാഗിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഐ തിങ്ക് ഇതൊന്നും പഠിപ്പിക്കുന്നതല്ല. എല്ലാവരും ഒരുമിച്ച് ഒന്നായി കളിക്കണം. ഐ തിങ്ക് ഏതു വാക്ക് ഏത് സമയത്ത് എപ്പോ പ്രയോഗിക്കണം, അതാണ് ശരിക്കും വ്യത്യസ്തമാക്കേണ്ടത്. നമ്മുടെ പ്ലേയേഴ്സിനെയെല്ലാം ഒത്തൊരുമയോടുകൂടി കളിപ്പിക്കാൻ കഴിയുമോ? അതാണ് വലുത്, അതാണ് ഏറ്റവും പ്രധാനം. ഒരാളെ ഭയപ്പെടുത്തി പുറത്താക്കുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. ഓരോ പ്ലേയേഴ്സിനെ കൊണ്ടും എങ്ങനെയാണ് ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യിക്കാൻ കഴിയുക, അതാണ് ചെയ്യേണ്ടത്. ചില സമയത്ത് താങ്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഗ്രേറ്റ് ചാപ്പലിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നോക്കൂ, നിങ്ങൾ മീഡിയക്കാരല്ലേ, നിങ്ങളാണ് ഇപ്പൊ ഏറ്റവും വലിയ ശക്തി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി പറയാം. അത് ഞങ്ങൾക്കൊരിക്കലും തടയാനാവില്ല. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ ചിന്തിച്ചത്, അതാണ് ഇവിടെ പറയുന്നത്. അതിന് 3 അർത്ഥങ്ങൾ കണ്ടാലും 5 അർത്ഥങ്ങൾ കണ്ടാലും ഞാൻ ഒരർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് താങ്കൾ രാഹുൽ ദ്രാവിഡിനെ പറ്റി പറഞ്ഞ വാക്കുകൾ, അതായത് ഒരു പക്ഷേ രാഹുൽ ദ്രാവിഡിനെ ഗ്രേറ്റ് ചാപ്പൽ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തിന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കാരണം രാഹുൽ ദ്രാവിഡാണോ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീക്ക്നെസ് തന്നെയാണ്. ഗ്രൗണ്ടിൽ ക്യാപ്റ്റനാണ് പ്രധാനി. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനാണ് ലീഡർഷിപ്പ്. ഇന്ന് വിജയം നേടിയാൽ അതിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ക്യാപ്റ്റനാണ് കിട്ടുക. അതുപോലെ ടീം പരാജയപ്പെട്ടാൽ എല്ലാ വിമർശനങ്ങളും ക്യാപ്റ്റനാണ് നേരിടുക. തന്നെയുമല്ല, രാഹുൽ ദ്രാവിഡിനെ ഒഴിവാക്കിയാൽ പിന്നെ ആരാണുള്ളത്? ഒരുപക്ഷെ അദ്ദേഹം പ്രഷർ കാരണം പോയാൽ അത് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്. കാരണം അദ്ദേഹത്തെയാണ് രാജ്യം മുഴുവൻ വിശ്വസിക്കുന്നത്. തന്റെ ടീമിന് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയണം, അദ്ദേഹത്തെ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരുമായി ഡിസ്കസ് ചെയ്ത് ടീമിൽ ഒരു ബെറ്റർമെന്റ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അപ്പൊ നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആവും. താങ്കൾ ഗ്രേറ്റ് ചാപ്പലിനെതിരായിട്ട് രാഹുൽ ദ്രാവിഡിനെ കൊണ്ടുവരാൻ ശ്രമിക്കും? അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ്.
അതായത് ഞാൻ ഇപ്പോൾ എന്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് പറയുകയാണെങ്കിൽ അതൊരു കുറവായി കാണരുത്. അതിൽ നിന്നും നമ്മൾ ബെസ്റ്റ് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ എന്റെ കോച്ചിനോട് സംസാരിക്കുകയാണെങ്കിൽ, കോച്ച് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടൂ. സർ, ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുറവും ഉണ്ടാവില്ല. പക്ഷേ അതായത് താങ്കൾ- ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കണം. എല്ലാരും ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യണം. അതാണ് ബെറ്റർമെന്റ് ഫോർ ദ കൺട്രി. എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൺട്രിയുടെ നന്മയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്, അതോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റി നോക്കിക്കൊണ്ട് കൺട്രി എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ സ്വന്തം കാര്യം ചിന്തിക്കുന്നതിനേക്കാളും രാജ്യത്തിനു വേണ്ടി ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുക. എങ്കിലേ നമുക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയൂ. താങ്കൾ പറയുന്നതിന്റെ അർത്ഥം രാഹുൽ ദ്രാവിഡ് ഒരു വീക്ക് ക്യാപ്റ്റൻ ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതും ഈ കോർട്ടിൽ ഒരു കുറ്റാരോപണമായിട്ട് താങ്കൾ വെക്കുന്നുണ്ടോ? എവിടെ എന്ത് തീരുമാനം എടുക്കണമോ അവിടെ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ, ഒരു കാര്യം ഒരു തവണയല്ല 2 തവണയല്ല തുടരെ ആവർത്തിച്ചാൽ അപ്പോൾ അറിയാം നമുക്കതിന്റെ വീക്ക്, അതായത് ക്യാപ്റ്റൻ സ്ട്രോങ് അല്ലെന്ന് തോന്നാം. ഓരോ തവണയും നിങ്ങൾ ഞാൻ സംസാരിക്കില്ല, വേറെ പ്ലെയർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ക്യാപ്റ്റനാണ് എല്ലാ കാര്യവും സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയണം. ഒരുപക്ഷെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം. അതിലെന്താ തെറ്റ്? തെറ്റ് സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ടീം തീരുമാനിച്ചതാണ്, പക്ഷെ സ്ട്രക്കായിപ്പോയി. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം, ഞങ്ങളുടെ തെറ്റാണെന്ന്. പക്ഷേ നിങ്ങൾ ഇതൊന്നും വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കാണുന്നവർക്ക് തീർച്ചയായും തോന്നും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒന്നും പറയാത്തത്, ഇദ്ദേഹമാണ് വീക്ക് എന്ന് എല്ലാവരും പറയും. ഇന്ത്യൻ ടീം മാച്ചിൽ തോക്കുകയാണെങ്കിൽ താങ്കളുടെ ആക്രമണം കോച്ചിന്റെ മേലാണ്, അതായത് ഗ്രേറ്റ് ചാപ്പൽ. അതായത് നിങ്ങളെപ്പോലുള്ള മീഡിയാക്കൾ ഒരു മാസത്തിനിടെ ഒരു മാച്ച് ജയിച്ചാൽ ഗ്രെഗ് ചാപ്പലിനെ ആകാശത്തോളം ഉയർത്തുകയും ചെയ്യും, പ്ലേയേഴ്സിനോടൊന്നും ചോദിക്കുകയുമില്ല. പക്ഷെ മറിച്ച് ടീം തോറ്റുപോയാൽ ഉടനെ പ്ലേയേഴ്സിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ തോറ്റെന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ് ന്യായമാവുക? എപ്പോഴും അഭിനന്ദനങ്ങളും കുറവുകളും എല്ലാവരോടും പറയണം. കുറ്റപ്പെടുത്തുന്നതിലും ഒരു ന്യായമുണ്ടായിരിക്കണം. വിജയിച്ചാൽ ഗ്രെഗ് ചാപ്പലിന്റെ വിജയം, തോറ്റുപോയാൽ അതിന് പ്ലേയേഴ്സാണ് കാരണം. ഇതെങ്ങനെയാണ് ശരിയാവുക? ഒരുപക്ഷെ പേടി എന്താണെന്ന് വെച്ചാൽ പ്ലേയേഴ്സിന്റെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ട്. അതായത് സൗരവ് ഗാംഗുലി പുറത്തു പോകാനുള്ള കാരണം ഗ്രേറ്റ് ചാപ്പലിനോടൊപ്പം ഒത്തുപോകാത്തത്. ഗ്രെഗ് ചാപ്പലിനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് 5 നാഷണൽ സെലക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഗ്രെഗ് ചാപ്പലിന് മാത്രമാണ് പറയുന്നത്. അതായത് ഗ്രെഗ് ചാപ്പൽ ആരെയും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം നല്ല ഉപദേശങ്ങൾ കൊടുത്തു കാണും. ഈ ടീമിനിപ്പോ യോജിച്ചതല്ലെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ ഈ 5 സെലക്ടർമാർ അവർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലേയേഴ്സാണ്. അവര് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കാം, അതായത് ഇദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞെന്ന്. അവർ ഒരു തവണയെങ്കിലും ക്യാപ്റ്റനോട് ചോദിച്ചു കാണും. അവരുടെ മാനേജരോടും തീർച്ചയായും അവർ ചോദിച്ചു കാണും. ജനങ്ങളുടെ മനസ്സിലുള്ള പൊതുവായിട്ടുള്ള ഇംപ്രഷൻ ഞാൻ പറയാം. അതായത് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനാകാനുള്ള കാരണം അദ്ദേഹം ഗ്രേറ്റ് ചാപ്പലിന് ഡിസയറായിട്ട് മാറിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ സൗരവ് ഗാംഗുലി പുറത്തു പോകാൻ കാരണം അദ്ദേഹം ഗുരുവായിട്ട് അംഗീകരിച്ചില്ല. പിന്നെന്തിനാണ് ഈ 5 സെലക്ടർമാരുള്ളത്? അവരെയും പിരിച്ചുവിടാലോ. അവരെന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? ആ 5 സെലക്ടർമാരുടെ ഉത്തരവാദിത്വം അവരുടെ ക്യാപ്റ്റനെ പിക്ക് ചെയ്യലാണ്. അവരുടെ കടമ മൊത്തം ടീമിനെയും പിക്ക് ചെയ്യലാണ്. നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഗ്രെഗ് ചാപ്പലാണ് ടീം ഉണ്ടാക്കിയെന്നല്ലേ? അതെങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും? ഞാൻ ക്രിക്കറ്റ് കളിച്ചതല്ലേ, 15 വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ചതല്ലേ. സെലക്ടർ പിക്ക് ദ ടീം, അത് അവരുടെ കയ്യിലാണുള്ളത്. അതായത് 11 പേരെയും അവരാണ് സെലക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ സെലക്ടർമാർ വീക്കാണെങ്കിൽ ക്യാപ്റ്റൻ തീർച്ചയായും സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ മാനേജർ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ മറ്റൊരു വിധത്തിൽ ഇത് പറയുന്നു, നമ്മുടെ നാഷണൽ സെലക്ടർമാർ വളരെ വീക്കാണെന്ന് നിങ്ങൾ പറയുന്നു. അവരും നന്നായി ആലോചിച്ചതിന് ശേഷമേ സൗരവ് ഗാംഗുലിയെ പുറത്താക്കിയിട്ടുണ്ടാവൂ. ഞാനെന്തിനാണ് ഗ്രെഗ് ചാപ്പലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഞാൻ അഭിനന്ദിക്കുകയാണെങ്കിൽ സെലക്ടർമാരെ ഞാൻ അഭിനന്ദിക്കൂ. അതുപോലെ തെറ്റ് സംഭവിച്ചാലും സെലക്ടർമാരോട് ഞാൻ ചോദിക്കും, കാരണം തീരുമാനിക്കുന്നത് അവരാണല്ലോ. ഒരുപക്ഷെ താങ്കൾ സെലക്ടർ ആണെങ്കിൽ? ഞാനില്ലല്ലോ. അല്ല, ഒരുപക്ഷെ ഇല്ല. ആണെങ്കിൽ രാഹുൽ ദ്രാവിഡിനെ ക്യാപ്റ്റൻ ആക്കുമോ? ഞാനില്ലാത്തൊരു സ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇല്ലാത്ത സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഗ്രേറ്റ് ചാപ്പലിനെ പുറത്താക്കുമായിരുന്നു. ഞാൻ ആ സ്ഥാനത്തില്ലല്ലോ. ഒരുപക്ഷെ ഞാൻ ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അങ്ങനെയാണെങ്കിൽ പറയുമായിരുന്നു. പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഞാൻ പറയുമായിരുന്നു. ഞാൻ ഇല്ലാത്ത സ്ഥാനത്തെക്കുറിച്ച് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് പറയാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം കപിൽ ദേവിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിന്റെ സൂപ്പർ സ്റ്റാറായ കപിൽ ദേവിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ
കപിൽ ദേവിനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും തലയിടുന്നു എന്നുള്ളതാണ്. കപിൽ, ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിനെ ഒരു ഉദാഹരണമായിട്ട് പറയാം. കുറച്ച് നാളിന് മുമ്പ് സച്ചിന് പരിക്ക് പറ്റിയ സമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിന് പുറത്തിരിക്കുന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, സച്ചിൻ മതി, താങ്കൾ റിട്ടയർഡ് ആവണമെന്ന്. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഐ തിങ്ക് ഇതിലെപ്പോഴത്തെയും കാര്യം എടുത്താൽ ഒരു പ്രശ്നം അതിലുണ്ട്. ഒരാൾ എന്തു പറയുന്നു, അത് കേൾക്കുന്നവർ എന്ത് ചിന്തിക്കുന്നു, നിങ്ങളത് എങ്ങനെ എഴുതുന്നു, ഇതൊക്കെ വെച്ചാൽ നോക്കൂ, എന്റെ കയ്യിൽ ജൂൺ 21, 2005 ചണ്ഡീഗറിൽ താങ്കൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, റോട്ടറി ക്ലബിന്റെ ഒരു പ്രോഗ്രാമിൽ പത്രക്കാരോട് താങ്കൾ പറഞ്ഞത്, അതായത് സച്ചിൻ തെണ്ടുൽക്കറിന് ഇപ്പോൾ 32 വയസ്സാകുന്നു, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫോം ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് 100% സത്യമാണ്. അദ്ദേഹത്തിന് 18 വയസ്സ് കഴിഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സായി. ഒരു 18 വയസ്സുള്ള യുവാവിനും 33 വയസ്സുള്ള പ്ലെയറിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ദ ബെസ്റ്റ് ഈസ് ഗോൺ. ഈ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്ത കാര്യങ്ങൾ വേറൊരു ക്രിക്കറ്ററും ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവരും ഒരു ദിവസം പോയല്ലേ പറ്റൂ. അങ്ങനെ ഒരു ദിവസം വരുമ്പോ എല്ലാ ബഹുമതികളോടും കൂടി അദ്ദേഹത്തെ യാത്രയാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ മര്യാദകളും ബഹുമതികളും കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എഴുതുന്നവരെന്താ പറഞ്ഞത്? കപിൽ ദേവ് റിട്ടയർ ആവാൻ പറഞ്ഞു. അത് പറയാൻ ഞാൻ ആരാണ്? എന്റെ അഭിപ്രായം, എന്നാണോ അദ്ദേഹം പോകുന്നത് ആ സമയത്ത് അദ്ദേഹത്തെ എല്ലാ ബഹുമതികളും കൂടി യാത്രയാക്കണം. പക്ഷേ സൗരവ് ഗംഗുലി ടീമിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനങ്ങളും നമ്മൾ ഓർമ്മിക്കണം. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സച്ചിനെ കുറിച്ച് താങ്കൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിന്റെ ബാറ്റ് സംസാരിക്കാൻ തുടങ്ങി, താങ്കൾക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. എനിക്കത് പറയേണ്ട ആവശ്യം എന്താണ്? സച്ചിന് തിരിച്ച് 20 വയസ്സിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, അദ്ദേഹം ഇതിനു മുമ്പ് കളിച്ചതുപോലെ ഇപ്പൊ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ബാറ്റിംഗ് സ്റ്റൈൽ കണ്ടിട്ട് 17 അല്ല 18 വയസ്സ് പയ്യൻ എന്നാണ് പറയുന്നത്. ഗുഡ് ലക്ക്. എന്റെ സ്വന്തം അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ ഷാർജയിലുള്ള കളി കണ്ടതാണല്ലോ. പിന്നെ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം, അതായത് ബാറ്റിംഗ്, അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ മികച്ച പ്ലേ, അതിപ്പോ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ വളരെ മെച്ചൂർഡാണ്. പക്ഷേ പണ്ടത്തെ സച്ചിനെ നമുക്ക് ഈയിടെയായിട്ട് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ പോലെ ടാലന്റ് ആയിട്ടുള്ള പ്ലെയർ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഓരോ പ്ലെയറിനും അതിൻ്റെതായ സമയമുണ്ട്. ഒരു ദിവസം അദ്ദേഹം പോയേ പറ്റൂ. സച്ചിന് 50 വയസ്സുവരെ ഒരുപോലെ കളിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതൊരിക്കലും കഴിയില്ല. അദ്ദേഹം സ്വയം മെച്ചൂർഡായി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കാം, നന്നായി കളിക്കാൻ ശ്രമിക്കാം. പക്ഷെ പഴയതുപോലെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഇപ്പൊ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ സച്ചിൻ ഇപ്പോൾ കളിക്കുന്ന സ്റ്റൈൽ കാണുമ്പോൾ ഒരു 3-4 ഇന്നിംഗ്സുകളിൽ അദ്ദേഹം കളിച്ച കളി കാണുകയാണെങ്കിൽ, അദ്ദേഹം അടിച്ച സെഞ്ചുറികൾ കാണുമ്പോൾ സച്ചിൻ ഒരു പുതിയ അവതാരമായി ഗ്രൗണ്ടിലേക്ക് വന്നതായിട്ട് താങ്കൾക്ക് തോന്നിയില്ലേ? അതായത് ഹാഫ് സെഞ്ചുറിയോ ഒരു സെഞ്ചുറിയോ വച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ പ്രകടനം വെച്ചാണ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ, അതായത് വീരേന്ദ്ര സേവാഗിന്റെ തുടക്ക സമയത്ത് അദ്ദേഹം വളരെ നന്നായി കളിച്ചു. നല്ല സമയമായിരുന്നു അത്. എന്നുവെച്ച് സച്ചിന്റെ എബിലിറ്റി കുറഞ്ഞുവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ടാലന്റ് കുറഞ്ഞുവെന്നല്ല പറയുന്നത്. ബട്ട് ഹീ ഈസ് യങ് മാൻ എനിമോർ. ഹീ ഈസ് നോട്ട് ദ ബെസ്റ്റ് വാട്ട് ഹി വാസ്. ഒരു കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പ്ലെയർ ഒറ്റയ്ക്കൊരു മാച്ച് ജയിപ്പിക്കാൻ കഴിവുള്ളയാളായിരുന്നു. ഇപ്പൊ അദ്ദേഹം മെച്ചൂർഡായ ബാക്ക് സീറ്റ് പ്ലെയറാണ്. യങ്സ്റ്റർ മാച്ച് ജയിക്കട്ടെ, അതെല്ലാവർക്കും ഒരു ദിവസം ഉള്ളതാണല്ലോ. ഇന്ന് രാഹുൽ ഒരു വാൾ പോലെയാണ് നിൽക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സമയമുണ്ടാവും. ആ സമയത്ത് അടുത്ത തലമുറ മുന്നോട്ട് വരും. ഇതിൽ യാതൊരു തെറ്റുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാവരും ഒരു ദിവസം റിട്ടയർ ആവണം. ഞാൻ റിട്ടയറായി, ഗവാസ്കർ സാർ റിട്ടയർ ആയി കഴിഞ്ഞു, ഡോൺ ബ്രെഡ്മാൻ റിട്ടയർ ആയി കഴിഞ്ഞു. എല്ലാവർക്കും അങ്ങനെ ഒരു ദിവസം വരും. ഓരോരുത്തരും അവരവരുടെ കാലഘട്ടത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവരാണ്. നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. സച്ചിൻ എന്ന നമ്മുടെ പ്ലെയർ 40 സെഞ്ചുറി അടിച്ചിട്ടുണ്ട് എന്നുവെച്ച് 100 വയസ്സ് വരെ ഇതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ സ്വപ്നത്തിൽ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അദ്ദേഹം ഇനിയും 2 വർഷം കൂടി കളിച്ചാൽ അതിൽ വലിയ സന്തോഷമാണ്. പക്ഷെ അദ്ദേഹം രാജ്യത്തിന് നേടിക്കൊടുത്ത വിജയങ്ങൾ, അതിൽ നമ്മൾ വളരെ സംതൃപ്തരാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അദ്ദേഹം 10 മടങ്ങ് വളരെ നന്നായി കളിച്ചിട്ടുണ്ട്. താങ്കൾ എല്ലാവരോടും റിട്ടയർഡ് ആകണമെന്ന് ഉപദേശം നൽകുന്നു. സൗരവ് ഗാംഗുലിയോടും അതുതന്നെയാണ് പറയുന്നത്. അല്ല, ഞാൻ റിട്ടയർഡ് ആവാൻ പറയുന്നതല്ല. നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ച് ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉടനെ അതും പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കും. അതുകൊണ്ട് എല്ലാം ആലോചിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ പറയും. വെറുതെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല. വെറുതെ ഇരിക്കുന്നത് എന്റെ നേച്ചർ. താങ്കൾ പറഞ്ഞില്ലേ സൗരവ് ഗാംഗുലി അപമാനകരമായ ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയല്ല. അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും ഞാൻ ജീവിതത്തിൽ ഉപയോഗിക്കാറില്ല. അപമാനം എന്ന വാക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും എന്നോട് പറയുകയാണ്. എന്റെ ആഗ്രഹം അതല്ല. അതായത് സൗരവ് ഗാംഗുലിയെ പോലുള്ളൊരു വലിയ പ്ലെയർ കെഞ്ചി ക്രിക്കറ്റ് കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വെച്ച് അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് യാത്രയാവണം. ഒരു ഹീറോയായി നമ്മളുടെ മനസ്സിലുണ്ടാവണം. സച്ചിനാണെങ്കിലും ശരി, രാഹുലാണെങ്കിലും ശരി, ധോണി ആയിക്കോട്ടെ, ഹർഭജൻ, അനിൽ കുംബ്ലെ, ഇവർ പോകുമ്പോൾ എല്ലാ ബഹുമതികളോടും കൂടി പോകണം. കാരണം അവർ അത്രയും നേട്ടങ്ങൾ രാജ്യത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതൊന്നായിരിക്കാം, പറയുന്നത് വേറൊരു രീതിയിലായിരിക്കാം. നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിനെ ചുറ്റിവളച്ച് പറയുന്ന ഒരു രീതി എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഉത്തരം പറയുന്നത് ഇഷ്ടമല്ല. സൗരവിന്റെ കാര്യത്തിൽ 2 വർഷം മുമ്പ് എനിക്ക് തോന്നിയത്, ആ സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കിയ വിധം, സൗരവ് നീ പുറത്തു പോകുന്നത് നല്ലത്, അത് അദ്ദേഹത്തിന് അപമാനമായി തോന്നിയിട്ടുണ്ടാവും. ഒരു ക്രിക്കറ്ററെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഇതാണ് എന്റെ പേരിലുള്ള കുറ്റമെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ ചോദ്യത്തിൽ തീർച്ചയായും ജനങ്ങൾ താങ്കളുടെ പക്കമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കപിൽ ദേവിനോടുള്ള നമ്മുടെ ചോദ്യങ്ങൾ തുടരുന്നതാണ്. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ കപിൽ ദേവിനെതിരായ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ കപിൽ ദേവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പണം സമ്പാദിക്കുന്നത് ലക്ഷ്യമായി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കപിൽ ഇപ്പോൾ ക്രിക്കറ്റേഴ്സിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ അത് സേവാങ് ആണെങ്കിലും ശരി, ധോണി ആണെങ്കിലും ശരി, അവര് അഡ്വർടൈസ്മെന്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ക്രിക്കറ്റിൽ ശ്രദ്ധ വളരെ കുറച്ചാണ്. ഇതിനൊക്കെ കാരണം കപിൽ ദേവ് ആണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. അവരുടെ ജീവിതമെങ്കിലും മെച്ചപ്പെടുമല്ലോ. റിട്ടയർമെന്റിന് ശേഷം അവരുടെ ജീവിതം എന്തായാലും നന്നായിരിക്കും. ഞാൻ ഒരുപാട് ക്രിക്കറ്റേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് മുൻപ് ഒരു ജനറേഷന് മുൻപ്, 2 ജനറേഷന് മുൻപ് അവരുടെ കയ്യിൽ ചായ കുടിക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ, അതായത് അവരെല്ലാം എന്നെക്കാളും 100% ഇന്റലിജന്റ് ആണ്, പക്ഷേ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തത് ഞാനാണെന്ന്, അതായത് അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ. എന്നോടൊരു ക്രിക്കറ്റ് പ്ലെയർ പറഞ്ഞത് കപിൽ ദേവ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിനുള്ളിൽ പോക്കറ്റിൽ കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും കാണുമെന്നാണ്. അതായത് ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളായിക്കോട്ടെ, ജഡ്ജസ് ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 5 ലക്ഷം ഇന്ന് നഷ്ടപ്പെടണം, തോറ്റുപോകണം എന്നാരും ചിന്തിക്കില്ല. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇന്ന് നന്നായി ജോലി ചെയ്യണം, പണം സമ്പാദിക്കണം, നല്ല ജീവിതം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കൂ. അങ്ങനെയല്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? എപ്പോഴാണ് സങ്കടം തോന്നുന്നത് വെച്ചാൽ, സേവാങ്ങിനെ പോലെ, ധോണിയെ പോലുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കൂടുതൽ ശ്രദ്ധ പണം സമ്പാദിക്കുന്നതിലാണുള്ളത്. അതുകൊണ്ടാണ് ക്രിക്കറ്റിൽ പെർഫോമൻസ് വളരെ മോശമൊന്നും ഒരിക്കലുമില്ല. എന്റെ ആഗ്രഹം അവർ കോടിക്കണക്കിന് സമ്പാദിക്കണമെന്നാണ്. കാരണം അതിലെനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അതായത് നമ്മുടെ ക്രിക്കറ്റേഴ്സ് സമ്പാദിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആരെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ അവരുടെ അനിയനോ മറ്റോ കളിക്കുകയാണെങ്കിൽ അവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയോ? അതായത് സച്ചിനെക്കുറിച്ചോ സേവാഗിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയോ? അവരുടെ മക്കൾ ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അവരങ്ങനെ ചിന്തിക്കൂ, അല്ലെങ്കിൽ കാശ് വാങ്ങാതെ ഫ്രീ ആയിട്ട് കളിക്കണമെന്ന് പറയൂ? അവർ കൂടുതൽ ചോദിക്കുകയാണ് ചെയ്യുക. സ്വന്തം കാര്യം വരുമ്പോ അതാണ് അവർക്ക് ഏറ്റവും വലുത്. അവർക്ക് വേണ്ടപ്പെട്ടയാളല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു ജീവിതം 10 വർഷം ഉണ്ടാകും, 12 വർഷമാവാം, 15 വർഷമാവാം. അവർ ഒരു ജോലിക്കും പോകുന്നില്ല. അവർക്കിതല്ലാതെ വേറൊന്നും അറിയുകയുമില്ല. എപ്പോഴും ക്രിക്കറ്റ് കളിക്കും, പിന്നെ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കും. 20 വർഷം മുമ്പുണ്ടായിരുന്ന ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ഒന്നുകിൽ റെയിൽവേയിലായിരിക്കും ജോലി, അല്ലെങ്കിൽ ബാങ്ക് ജോലിയായിരിക്കും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നുണ്ടാവും. അതായത് അവരും പണം സമ്പാദിക്കുന്നുണ്ടാവും. ഇപ്പോ ഇവർക്ക് ജോബില്ല. 15 വർഷത്തെ കരിയർ വെച്ച് 75 വർഷം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവര് സമ്പാദിച്ചാൽ അതിന് നമുക്കെന്താ ബുദ്ധിമുട്ട്? അതായത് നമ്മുടെ ഹീറോയുടെ പക്കൽ കാശില്ലെങ്കിൽ അത് നമുക്ക് വിഷമമല്ലേ? അവരിനിയും ധാരാളം പണം സമ്പാദിക്കണം. അവരുടെ പെർഫോമൻസും അവർ സമ്പാദിക്കുന്ന പണത്തെയും വെച്ച് ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് കിട്ടും, ധാരാളം കിട്ടിയാൽ അതും അവരുടെ ഭാഗ്യം. ആർക്കെങ്കിലും അതിൽ അസൂയയുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് തരുന്ന കമ്പനിയിൽ പോയി പറയൂ അവർക്ക് ചാൻസ് കൊടുക്കരുതെന്ന്. ഇതിൽ നമുക്കെന്താ പറയാനുള്ളത്? നമ്മുടെ ഹീറോസിന്റെ പക്കൽ കാശുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ചായയെങ്കിലും മേടിച്ചു തരുമല്ലോ. ജനങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. താങ്കൾ നമ്മുടെ ടീമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ പോരാടേണ്ട സാഹചര്യം വരുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ടീം തോൽക്കുന്നു. അത് വലിയ വിഷമമുണ്ടാക്കുന്നു. നമ്മളിപ്പോഴും പൂർണ്ണമായും സ്പോർട്സ് മൈൻഡഡ് ആയിട്ടില്ല. നമ്മൾ സ്പോർട്സ് കൾച്ചറിനുള്ളിലേക്ക് ഇനിയും ആഴത്തിൽ കടന്നു ചെന്നിട്ടില്ല. ക്രിക്കറ്റ്, സ്പോർട്സ് ഇതൊന്നും നമ്മൾ മെയിൻ ആക്ടിവിറ്റി ആയിട്ട് എടുത്തിട്ടില്ല. അതേസമയം നമ്മൾ സ്പോർട്സിൽ നിന്ന്
അഭിനന്ദനങ്ങളും ബഹുമതികളും ധാരാളം കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കിടയിൽ നിന്ന് ധാരാളം പ്ലേയേഴ്സ് കടന്നു വരുന്നില്ല. ആ സമയത്ത് ഒരു പ്ലെയർ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവരിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇത് വിഷമുള്ളൊരു കാര്യമാണ്. അവർ തോറ്റുപോയാലോ തളർന്നുപോയാലോ. കപിൽ, ഇത് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ കളിക്കുന്ന സമയത്ത് ഒരു കില്ലർ ഇൻസ്റ്റിങ്സ് ഉണ്ടായിരുന്നു. എതിരികളെ എങ്ങനെയെങ്കിലും ജയിച്ചു തന്നെ ആകണമെന്ന്. ഇപ്പോ ആ ഒരു സ്പിരിറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോ നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. നമുക്ക് എല്ലാവർക്കും പറയാം, രജിത് ശർമ്മയെപ്പോലെ എല്ലാവർക്കും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായും ഇല്ലെന്നേ നമ്മൾ പറയൂ. ഓരോരുത്തരും തന്റേതായ ഓരോ കഴിവുകളോടുകൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുവരികയാണ് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങളുടെ സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞത് മിണ്ടാതെ പോയിരുന്നു പഠിക്കുകയെന്ന്. കളിക്കാൻ പോയാൽ തല്ല് കിട്ടുമെന്ന് പറയും. ഞങ്ങൾ അവരറിയാതെ പോയിട്ടാണ് കളിക്കുക. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലാവട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, അവിടെ അച്ഛനും അമ്മയും മക്കളോടൊപ്പം കളിക്കാനായി പോകും. സാറ്റർഡേ, സൺഡേ. നമ്മളതൊന്നും ചെയ്യാറില്ലല്ലോ. ഇക്കാലത്ത് അച്ഛനും അമ്മയും എന്താ കരുതുന്നെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കപിൽ ജനിച്ചാൽ നന്നായിരിക്കും എന്നാണ്. ഞാനൊന്നും ഉപദേശിക്കാൻ വരുന്നില്ല, ഒരു കാര്യവും പറയാൻ വരുന്നില്ല. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് നിങ്ങളെല്ലാവരും സാറ്റർഡേ, സൺഡേ അങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കളിച്ചില്ലെങ്കിൽ സച്ചിനെപ്പോലെ വളരെ കുറച്ച് പ്ലേയേഴ്സിന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. രാഹുൽ ദ്രാവിഡിനെ പോലെയുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കിട്ടൂ. പക്ഷെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും കളിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് തീർച്ചയായും ഓരോ ദിവസവും ഓരോ സച്ചിൻ സൃഷ്ടിക്കപ്പെടും. തീർച്ചയായും ഓരോ കപിൽ ദേവ് ഉണ്ടാകും. അല്ലെങ്കിൽ ബൈ ദ വേ ആരെങ്കിലും ഒരാൾ വന്നാലായി. അതായത് ഡോക്ടറും എഞ്ചിനീയേഴ്സുമാണ് കൂടുതലായും ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് ഓരോ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹവും. ഇതാണ് സത്യം. ഇത് ആർക്കും മറുത്തു പറയാനാവില്ല. പക്ഷെ മാതാപിതാക്കൾ തന്റെ മകൻ സച്ചിൻ ടെണ്ടുൽക്കർ ആവണം, രാഹുൽ ദ്രാവിഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കണം. കപിൽ, ഇന്ന് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നമ്മുടെ രാജ്യത്ത് കൂടുതൽ സച്ചിൻ തെണ്ടുൽക്കറും കപിൽ ദേവ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ TSR സുബ്രഹ്മണ്യൻ നൽകുന്ന ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കപിൽ ദേവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം കൃത്യമായ ഉത്തരങ്ങൾ നൽകി. ഒരു ഉത്തരത്തിന് പോലും അദ്ദേഹം ആലോചിച്ച് ഉത്തരം പറഞ്ഞില്ല. ഇന്ന് ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ TSR സുബ്രഹ്മണ്യത്തിന്റെ ജഡ്ജ്മെന്റ് നോക്കാം. കപിൽ ഒരു സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം പ്ലെയർ ഓഫ് ദി സെഞ്ചുറി ആയിരുന്നു. അദ്ദേഹത്തിന് അറിവും അനുഭവവുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ അദ്ദേഹത്തിന് യോഗ്യതയും അവകാശവും ഉണ്ട്. ജഡ്ജ് എന്ന നിലയിൽ എന്റെ ഒബ്സർവേഷൻ എന്താണെന്നാൽ അദ്ദേഹത്തിന്റെ മേൽ ഉന്നയിക്കപ്പെട്ട എല്ലാ കുറ്റാരോപണങ്ങൾക്കും വളരെ വ്യക്തമായി തന്നെ ഉത്തരങ്ങൾ നൽകി. കപിൽ പൂർണ്ണമായും ഒരു പൊളിറ്റീഷ്യനാവാൻ യോഗ്യതയുള്ള ആളാണ്. കപിൽ ദേവ് എപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ക്രിക്കറ്റ് മൈതാനത്തിൽ കളിക്കുന്ന സമയത്താണെങ്കിലും ക്രിക്കറ്റ് മൈതാനത്തിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്താണെങ്കിലും ശരി, ഇതുപോലെ ജനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കപിൽ ദേവ് പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്, അതിന്റെ വിധിന്യായം ജനങ്ങളായ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ വിടുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ആപ്കി അദാലത്തിൽ ഒരു പുതിയ അതിഥിയോടൊപ്പം. നന്ദി.